ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് MPPT ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. കാലാവസ്ഥ ചെറിയൊരു തെളിച്ചമുണ്ട്. 12 മണിയോടുകൂടി സമയമാണ്, അതുകൊണ്ടാണ് അത്യാവശ്യം സൂര്യനെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം നല്ലൊരു വെയിലുള്ള ദിവസം നമുക്ക് നല്ലൊരു ടെസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് MPPT ടെസ്റ്റ് ചെയ്തിട്ട് ഈ കാലാവസ്ഥയിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ രണ്ട് പാനലിൽ നമ്മൾ വ്യത്യാസമുണ്ട്. ഇത് 74 സെല്ലുള്ള സൈഡ് കട്ടിംഗ് ഉള്ള ഒരു പാനലാണ്. അതേസമയത്ത് നമ്മുടെ മറ്റേ പാനൽ എന്ന് പറഞ്ഞാൽ 74 സെല്ലില്ല. ഇത് ഡയമണ്ട് കട്ടിംഗ് എന്ന് പറയും. ഇത് 36 സെല്ലുള്ള പാനലാണ്. MPPTയിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം 35 വോൾട്ട് VOC കിട്ടുന്നുണ്ട്. 13.8 വോൾട്ട് ബാറ്ററി, 18 ആംസ്. ഈ 18 ആംസ് തന്നെ നമുക്ക് ചാർജിങ് കയറുന്നുണ്ടോ നമുക്ക് ക്ലാമീറ്റർ ചെക്ക് ചെയ്യാം. ഇത് DC ക്ലാമീറ്ററാണ്. 15.3 ആംപിയറിൽ ചാർജിങ് കയറുന്നുണ്ട്. ഏകദേശം 2-3 ആംപിയർ വ്യത്യാസം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് എയർലി പ്രൊഡക്ഷൻ നമുക്ക് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ MPPTയിൽ 1-2 ആംപിയർ കൂടുതലാക്കി ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥയിൽ ഇത്ര ആംപിയർ നമുക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ മനസ്സിലായില്ലേ. അത്യാവശ്യം നല്ലൊരു MPPT ആണ്. MPPTനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എഫിഷ്യൻസി നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളതല്ല. ഇപ്പോൾ ലൈവിലാണ് ഓടുന്നത്. ഇപ്പം ഇൻവേർട്ടറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മെയിൻസ് ഇല്ല, ഇൻവേർട്ടർ ഓണാണ്. മെയിൻസ് ഔട്ട്പുട്ട് ഇല്ല. ഔട്ട്പുട്ട് 223 ഉണ്ട്. പിന്നെ ബാറ്ററി 13.4 വോൾട്ട് ഉണ്ട്. ഔട്ട്പുട്ട് ലോഡ് 16% ഉണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഉപയോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഫ്ലെക്സിബിൾ പൈപ്പ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ടൈലായതുകൊണ്ട് ഞാൻ കുത്തിപ്പൊളിക്കാനൊന്നും നിൽക്കുന്നില്ല. അത്യാവശ്യം കൂളിംഗ് ഉള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. കിച്ചണിൻ്റെ കബോർഡിനടിയിലോ അല്ലെങ്കിൽ സ്റ്റെയർകേസിൻ്റെ അകത്ത് കബോർഡിനകത്തൊന്നും വെക്കരുത്. അത്യാവശ്യം കൂളിംഗ് ഉള്ളിടത്ത് തന്നെ വെക്കുക. ഇപ്പോൾ ലൈവിലാണ് ഓടുന്നത്. പവർ ഓൺ സ്വിച്ച്, ഓട്ടോ സോളാറിൻ്റെ സ്വിച്ച്, അത് രണ്ടും ഓണാണ്. പിന്നെ സോളാർ പോസിറ്റീവ് നെഗറ്റീവ്, ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, ഫേസ് ഇന്ന് ഫേസ് ഔട്ട്. ഈ ഫേസ് ഇൻ എന്ന് പറഞ്ഞത് മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ലൈനാണ്. അത് നമ്മൾ ഫേസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. എങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ നല്ല രീതിയിൽ ഓട്ടോ സോളാറായിട്ട്. 10 സ്ക്വയറിൻ്റെ mm കേബിളാണ്. നമ്മൾ സോൾഡർ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ടിപ്പ് നമ്മൾ സ്ക്രൂ ഇട്ട് മുറുക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഇത് 2.5 ആണ് മെയിൻസ് വന്നേക്കുന്നത്. സോളാറിൻ്റെ 6 സ്ക്വയർ mm DC കേബിളാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഷീൽഡ് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെർമിനലിൽ കാണാൻ സാധിക്കും. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പും ഉണ്ട്. വെള്ളം കണ്ടമാനം കുറയുന്നില്ല, തിളയ്ക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. DC MCB ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മൈക്രോടെക്കിൻ്റെ DC MCB ആണ്. 16 ആംപിയർ. ഈ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വെയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം എത്ര ആംപിയർ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇത് വെച്ച് അന്ന് ഒരു ദിവസം വെയിലുള്ള സമയത്ത് ഫോട്ടോ എടുത്താണ് 32 ആംപിയർ നമുക്ക് ചാർജിങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എങ്ങനെ ലോസ് കഴിഞ്ഞിട്ടാണെങ്കിലും 30 ആംപിയർ നമുക്ക് ലൈവ് ലോഡിലേക്ക് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.